പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൽ ഞങ്ങൾ 4 പേരും കൂടെ കാണാൻ പോകുന്നത് താമരശ്ശേരി ഫെസ്റ്റാണ് കേട്ടോ. കുറേ ആയി ചിന്തിക്കുന്നു പോകണമെന്ന്. പക്ഷേ ഇന്നാണ് അതിൻ്റെ സാഹചര്യം ഒത്തു വന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും അങ്ങോട്ടേക്ക് പോയി. അമ്മയാണെന്നുണ്ടെങ്കിൽ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാന്ന് പറയും പോലെ ഈ ചെടികളുടെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ല. അമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അങ്ങനെ അച്ഛൻ വന്ന് ഞങ്ങൾക്കുള്ള എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു തന്നു കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പം ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പലതരം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെയാണ് കാണുന്നത്. അമ്മ ചോദിക്കുക ഇതിനൊക്കെ ജീവനുണ്ടോയെന്ന്. അമ്മയെ ആദ്യമായിട്ടാണ് ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. ആമിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ ആശ്ചര്യത്തോടെയാണ് ഓരോന്നിനെയും നോക്കിക്കാണുന്നത്. ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെയാണോ അവൾ. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ കിളികളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളത് ഇതൊക്കെ കണ്ടില്ല, എനിക്ക് മയിലിനെ പോലെയൊക്കെയാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആമിയാണെന്നുണ്ടെങ്കിൽ ഓരോ കൂട്ടിലും ചെന്നിട്ട് ദാ എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ലേ, ബോൾ പോലെ ഉരുണ്ടിട്ടുള്ളൊരു സാധനം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും അത് അനങ്ങുന്നുണ്ട്, പക്ഷെ അതിന് കൊക്കും ചിറകും ഒന്നും കാണുന്നില്ല. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഏതിനെയാണ് നോക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. ഇത് കണ്ടില്ല, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുയലിനെയും കണ്ടു. പല ഇനത്തിൽപ്പെട്ട പക്ഷികൾ. ഇവരൊക്കെ എവിടെയുള്ളതെന്ന് ആർക്കറിയാം, എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്താന്നൊന്നും അറിയില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ച് കണ്ടിട്ട്. പലതരത്തിലുള്ള കോഴികൾ, പ്രാവുകൾ, അതുപോലെ എന്തൊക്കെയോ തരം പക്ഷികളുണ്ട് കേട്ടോ. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലും ഒരുപാടുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ ലെങ്ത്ത് കൂടുതലാവുന്നതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിറ്റുങ്ങളെയൊക്കെ കൂട്ടിലിട്ട് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ തുറന്ന് വിടാൻ തോന്നുക. അത് നന്മമരം കളിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. എനിക്ക് എന്തോ ഇതിറ്റുങ്ങൾ പറന്നു പോകുന്നത് കാണാനൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. എടാ സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ ഈ സാധനത്തിനെ ഇതിനെ എൻ്റെ തോളിൽ ഇരുത്തണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പറഞ്ഞാലൊരു കാട്ടിലകപ്പെട്ട പോലെയുണ്ട്. ഈ മൃഗങ്ങളുടെ ഒക്കെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ചു, ആമി പേടിച്ചു പോകുന്നുള്ളത്. പക്ഷെ അവളാണടാ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത്. അവൾക്കൊരു പേടിയില്ലായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ സൗണ്ട് കേട്ടപ്പോൾ ഞാനും അമ്മയൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞിനൊരു പേടിയും തോന്നിയില്ല. അവൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു. ഞങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ എന്ത് പറയാനാ, അമ്മയൊന്നും ഈ കാണുന്ന ആകാശത്തൊട്ടിലൊന്നും എന്നെ കയറ്റിയില്ല. അവസാനം ഞാനും റിയയും കൂടെ ആകാശത്തോണി കയറിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിരിക്കും. ഈ മുട്ടായി കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ന്യൂസ്റ്റ് അടിച്ചു കേട്ടോ. ഞാൻ 90s കിഡ്സ് ആയതുകൊണ്ടൊന്നും അല്ല. അപ്പോൾ ഓക്കെ, ബൈ.